ഇന്നും പതിവ് പോലെ അയാളുടെ തഴമ്പിച്ച പരുക്കൻ കൈകൾ തൻ്റെ നെറ്റിയിൽ തലോടുന്നത് സപ്ത അറിയുന്നുണ്ടായിരുന്നു. ഒരു തലോടൽ മാത്രം, അത്രമാത്രം. കണ്ണുകൾ ഇറുകെ അടച്ച് ബെഡ്ഷീറ്റിൽ അവൾ പിടുത്തം മുറുക്കി. ക്രമമില്ലാതെ ഇടിക്കുന്ന ഹൃദയവും ചെന്നിയിൽ നിന്നും AC-യുടെ തണുപ്പിനെ വകഞ്ഞു മാറ്റി ഒഴുകുന്ന വിയർപ്പും അവൾക്ക് അയാളോടുള്ള പേടി എടുത്തു കാണിച്ചു. പതിവിന് വിപരീതമായി അവളുടെ ഇളം കുഞ്ഞു നെറ്റിയിൽ അയാളുടെ ചുണ്ടുകൾ ചേർത്തപ്പോൾ അവൾ ശ്വാസം എടുക്കാൻ പോലും ഭയന്നു. അപ്പോഴും കണ്ണുകൾ അടച്ചാണ് കിടത്തം. വേഗം അവളെ ഒന്നുകൂടി പുതപ്പിച്ച് എന്നത്തെയും പോലെ അയാൾ തലയിണയും പുതപ്പും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. സപ്ത കണ്ണുകൾ തുറന്നു. എന്തിനോ വേണ്ടി കണ്ണുകൾ നിറഞ്ഞു. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന 6 മാസങ്ങൾക്ക് മുന്നേ നടന്ന തൻ്റെ വിവാഹ ഫോട്ടോയിലേക്ക് നോക്കി. തൻ്റെ അരികിൽ നിൽക്കുന്ന രാജസേനനിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി. അവളുടെ കൈകൾ അയാളുടെ ചുണ്ടുകൾ പതിഞ്ഞെടുത്ത് ഒന്ന് തലോടി. അവളുടെ ചുണ്ടിൽ കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. 41 അവന് പ്രായം. കണ്ടാൽ അത്ര തോന്നില്ല എങ്കിലും മുടി അവിടെ ഇവിടെയായി നരച്ചിട്ടുണ്ട്. ദൃഢമായ ഉറച്ച ശരീരം, കട്ടിമീശ, എപ്പോഴും മീശയുടെ തുമ്പ് പിരിച്ചിട്ടുണ്ടാകും. ഗൗരവം തുളുമ്പുന്ന മുഖം, അല്പം ഇരുണ്ടിട്ടാണ് അവൻ്റെ ശരീരം. മുണ്ട് ഷർട്ടുമാണ് എപ്പോഴും വേഷം. കണ്ടാൽ തനിഗുണ്ട. പലിശക്കാരനല്ലേ? സപ്ത താലിയിൽ പിടുത്തമിട്ടു. 22 വയസ്സ് മാത്രമേ ഉള്ളൂ അവൾക്ക്. കണ്ടാൽ അത്ര പോലും തോന്നിക്കില്ല. മെലിഞ്ഞിട്ട് അല്പം വെളുത്ത നിറമാണ്. കുഞ്ഞിക്കണ്ണുകൾ, കുഞ്ഞിമൂക്ക്, നീളം കുറഞ്ഞ തോളിന് താഴെ വരെയുള്ള മുടി. പക്ഷേ കാണാൻ വല്ലാത്ത ഭംഗിയാണ്. കുരുന്ന പെണ്ണ്. തന്നെയും രാജയെയും കാണുമ്പോൾ ആൾക്കാർക്ക് സഹതാപം നിറഞ്ഞ നോട്ടമാണ്. അച്ഛനും മോളും പോലെ. കൂട്ടത്തിലുള്ളവർ മെല്ലെ പറയും. മെല്ലെ മാത്രമേ പറയൂ. കേൾക്ക പറഞ്ഞാൽ അടി എപ്പോൾ കിട്ടുമെന്ന് ചിന്തിച്ചാൽ മതി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റവൾ ബാൽക്കണിയിലേക്ക് ശബ്ദം ഉണ്ടാക്കാതെ നടന്നു. തലയെത്തി അവിടേക്ക് നോക്കി. എന്നത്തെയും പോലെ ആകാശം നോക്കി. കൈയുടെ മേൽ തലവെച്ചാണ് കിടത്തം. അകത്തിടുന്ന കൈയില്ലാത്ത ബനിയനും കൈലിയുമാണ് വേഷം. ഇത്രയും വലിയ വീടും മുറിയും ഉണ്ടായിട്ടും തണുത്ത നിലത്ത് കിടക്കുന്നവനെ ഓർത്ത് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. അവരെയൊന്ന് നോക്കി ബെഡിൽ വന്നിരുന്നു. ആദ്യമായി സേനനെ കണ്ടപ്പോൾ മുതലുള്ള കാര്യം അവളുടെ കണ്ണിൽ തെളിഞ്ഞു വന്നു. ഓടിട്ട കുഞ്ഞു വീട്ടിൽ ദാരിദ്ര്യം നിറഞ്ഞ നാളുകൾ. എങ്കിലും അച്ഛനും അമ്മയും താനും അനിയനും സന്തോഷത്തോടെയല്ലേ കഴിഞ്ഞത്. 3 നേരം വയറു നിറച്ച് ആഹാരം കഴിക്കാം. അതുമാത്രം ആശിച്ചാൽ മതിയായിരുന്നു. കഷ്ടപ്പാടിലും പഠിക്കാൻ ശ്രമിച്ചു. ജീവിതം രക്ഷപ്പെട്ട് വീടിനൊരു തണലാകണം, അത്രമാത്രം ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ വന്നതാണ് രാജസേനൻ എന്ന പലിശക്കാരൻ, നാട്ടിലെ പ്രമാണി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യൻ, കണ്ണിൽ ചോരയില്ലാത്തവൻ. അങ്ങനെ പല പേരിലും അറിയും. തൻ്റെ ചെവിയും വന്നിട്ടുണ്ട്. അന്നൊക്കെ മനസ്സിൽ മോശം ചിന്തയായിരുന്നു അയാളെക്കുറിച്ച്. എനിക്ക് വയ്യമ്മേ, ആ കുട്ടിയെ പറഞ്ഞു വിടൂ. എന്തിനാ അതിൻ്റെ ജീവിതം ഇല്ലാതാക്കണേ? രാവിലെ കുളിച്ച് ഹാളിലേക്ക് വന്നപ്പോൾ കേട്ട വാക്കുകളാണ്. അവളുടെ നെഞ്ചിൽ വല്ലാത്ത വേദന തോന്നി. എവിടെ പോകാൻ? കൊടുത്ത പൈസ കിട്ടാത്തതിന് പകരം ചോദിച്ചതല്ലേ എന്നെ. നിവർത്തിയില്ലാതെ അച്ഛൻ്റെ കരച്ചിലിൽ അടിയറവ് പറഞ്ഞതല്ലേ ഞാൻ. എല്ലാം ഇട്ടെറിഞ്ഞ് വന്നതല്ലേ ഞാൻ. എന്നിട്ടിപ്പോ എന്നെ വേണ്ടേ? തൊണ്ടയിൽ കുടുങ്ങി നിന്ന വാക്കുകൾ അവൾക്ക് പുറത്തോട്ട് വന്നില്ല. മോനെ, ഇങ്ങനെയൊന്നും പറയരുത്. നിനക്കൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയല്ലേ അമ്മ സപ്തയെ നിനക്ക് വേണ്ടി മതിയെന്ന് കട്ടായം പിടിച്ചത്? നിനക്ക് വേണ്ടിയല്ലേടാ. ആ വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കുഞ്ഞല്ലേ അമ്മേ. എന്നെ ഇഷ്ടമല്ല അവൾക്ക്. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ഒന്നും മിണ്ടാത്തി നിൽക്കുന്ന സപ്തയെ ഒന്ന് നോക്കി വെളിയിലേക്ക് പോയി. നിനക്കിഷ്ടമല്ലേ മോളെ അവനെ? അവർ ഹൃദയവേദനയോടെ അവളോട് ചോദിച്ചതും അവൾ മുഖം കുനിച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രാവിലെ ഇറങ്ങിപ്പോയാൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. ചിലപ്പോൾ വരില്ല. അമ്മയെ ചുറ്റിപ്പറ്റി രാത്രിയിൽ വരെ അങ്ങനെ സപ്ത നിൽക്കും. രാത്രി ചിലപ്പോൾ താമസിച്ച് വരും, ചിലപ്പോൾ നേരത്തെ. വരുമ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും പൊതി കാണും. അതിൽ അവൾക്ക് ഇഷ്ടമുള്ള പലഹാരവും. പൊതി അമ്മയുടെ കൈകൾ കൊടുത്തിട്ട് അവളെ ഇടം കണ്ണിട്ട് നോക്കിപ്പോകുന്നവനെ അമ്മയുടെ മറവിൽ അവൾ നോക്കും. കല്യാണം കഴിഞ്ഞ് ആദ്യം വല്ലാത്ത പേടിയായിരുന്നു. ഇപ്പോൾ പേടിയില്ലേ എന്ന് ചോദിച്ചാൽ അറിയില്ല. തന്നോട് മിണ്ടാൻ വരുമായിരുന്നു. കാണുമ്പോഴുള്ള വെപ്രാളവും പേടിയും അറിഞ്ഞിട്ടാകും. പിന്നെ അങ്ങനെ വരാറില്ല. ഒരു തരത്തിൽ സപ്തയ്ക്കത് ആശ്വാസമായിരുന്നു. ഹൃദയത്തിൽ അവനോട് അല്പം ദേഷ്യമുണ്ട്. തൻ്റെ നിസ്സഹായത മുതലെടുത്ത് കെട്ടിയതല്ലേ. നിനക്കിനി പഠിക്കണ്ടേ? കിടക്കാനായി പോകുന്നതിന് മുന്നേ താലി കഴുത്തിൽ നിന്ന് അഴിച്ചു വെക്കാൻ നേരം അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് വിറച്ചു. അവനെ നോക്കി. തൻ്റെ അടുത്ത്, അത്രയും അടുത്ത് നിന്നവൻ ചോദിച്ചപ്പോൾ അവളുടെ ദേഹത്തുകൂടി ഒരു വിറയൽ കടന്നുപോയി. വേണ്ട. വീണ്ടും അവൻ ചോദിച്ചതും അവൻ്റെ ചുടുനിശ്വാസം അവളെ തൊട്ടുണർത്തി.
അടക്കി വെച്ച ശ്വാസം വലിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. ഞാൻ ചത്തുപോകുമോ ദേവിയെ? അവൾ മെല്ലെ പറഞ്ഞു. ഹാ. അവൻ്റെ മൂളൽ കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി. പോകണം. ഞാൻ PSC പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാമൊക്കെ എഴുതുന്നുണ്ട്. സർക്കാർ ജോലിയാണ് ലക്ഷ്യം. അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. അവൻ്റെ കണ്ണിൽ നഷ്ടബോധം വന്നു. എന്നാൽ നാളെ മുതൽ പോയിക്കോ കോച്ചിങ്ങിന്. എങ്ങനെയെങ്കിലും പഠിച്ച് ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക്. നിനക്കിവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ. അവസാന വാചകം പറഞ്ഞതും ഒരു വേദനയോടെ അവൻ അവളെ നോക്കി. അവൾ അത്ഭുതത്തോടെ നോക്കി. അവളുടെ കണ്ണുകളിൽ തിളക്കമുണ്ടോ എന്നവൻ ശ്രദ്ധിച്ചു. അതെന്താ അങ്ങനെ? ഞാൻ എവിടെ പോകാനാ? അവൾ വിറയലോടെ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ ഷീറ്റും തലയിണയും എടുത്ത് അവിടെ നിന്നും പോകാനായി നിന്നതും എന്തോ ഓർത്ത പോലെ അവളെ നോക്കി. ശേഷം കുഞ്ഞു ടേബിളിൽ അഴിച്ചു വച്ചേക്കുന്ന താലി അവളുടെ കഴുത്തിൽ അണിഞ്ഞുകൊടുത്തു. പിടയ്ക്കുന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. അവനും കണ്ണുകൾ തമ്മിൽ കോർത്തു. വേഗം അവൻ നോട്ടം അവളിൽ നിന്നു മാറ്റി. അവന് താലി കെട്ടിയ ദിവസം ഓർമ്മ വന്നു. ഇഷ്ടമില്ലാതെ നിസ്സഹായയായ ആ കൊച്ചു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ മരിച്ച ഹൃദയമായിരുന്നു. എല്ലാം അമ്മയ്ക്ക് വേണ്ടി. അവന് കുറ്റബോധം തോന്നി. അതവനെ പൊള്ളിക്കുന്നു. വേണ്ടായിരുന്നു. കെട്ടേണ്ട പ്രായത്തിൽ കെട്ടിയാൽ മതിയായിരുന്നു. അന്ന് പണം ഉണ്ടാക്കണം, അമ്മയെ നോക്കണമെന്നായിരുന്നു ചിന്ത. ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചില്ല. പക്ഷേ ഇപ്പോൾ അമ്മയുടെ വാശിക്ക് മുൻപിൽ അവളുടെ അസ്വസ്ഥതയെ മുതലെടുത്ത് ഇത്തിരി പോന്ന കൊച്ചിനെ കെട്ടിയില്ലേ? അവന് ലജ്ജ തോന്നി. ഇത് കഴുത്തിൽ നിന്ന് ഊരല്ലേ സപ്തേ? നീ എൻ്റെ കൺമുന്നിൽ ഉള്ളിടം വരെ ഇതിവിടെ കിടന്നോട്ടെ, എനിക്ക് വേണ്ടി. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അത്രത്തോളം വേദന അവൻ്റെ ശബ്ദത്തിൽ നിഴലിച്ചു. കാരണം അവന് സപ്തയോട് പ്രണയമായിരുന്നു. അവൻ പ്രണയിച്ചു പോയി. സപ്ത ആകെ വല്ലാതെയായി. ഉറങ്ങുമ്പോൾ താലി കഴുത്തിൽ ഉരയും. വല്ലാത്ത ഈർഷകേടാണ് അവൾക്കതുകൊണ്ട്. അല്ലാതെ അവളൊന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് അവൾ കിടന്നു. സേനൻ അവളെയൊന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് വെളിയിലേക്ക് പോയി. അവൾക്കുറക്കം വന്നതേയില്ല. ഉള്ളിൽ അവളുടെ ഭർത്താവിൻ്റെ മുഖം ഓർമ്മ വന്നു. നിലാവിനെ നോക്കി കൊതുകുകടി കൊണ്ട് കിടക്കുന്ന മനുഷ്യനെ. പിറ്റേന്നു മുതൽ അവൾ PSC കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി. അതും സേനൻ ഏർപ്പാടാക്കിയിടത്ത്. വരുന്ന എക്സാമിന് വേണ്ടിയുള്ള ശ്രമത്തിലാണവൾ. നല്ല രീതിയിൽ അവൾ കഷ്ടപ്പെട്ടു. രാവിലെ മുതൽ ഉച്ചവരെയാണ് ക്ലാസ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയുടെ കൂടെ ഓരോ ജോലി ചെയ്ത് രാത്രിയിൽ പഠിത്തം. ഇതിനിടയിൽ സേനൻ അവൾക്ക് വേണ്ടുന്ന പുസ്തകങ്ങളും അവൾക്ക് പഠിക്കാൻ വേണ്ട എല്ലാം മേടിച്ചു കൊടുക്കും. അല്പമൊന്നുടപ്പിയാൽ കണ്ണു പൊട്ടുന്ന ചീത്ത പറയും. അത്രയും നേരം ശാന്തമായി നിന്നവൻ്റെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്നത് കാണുമ്പോൾ ഭയത്തോടെ അവൾ പഠിക്കാനിരിക്കും. സപ്തയ്ക്ക് അവനോട് വല്ലാത്ത സ്നേഹമായി തുടങ്ങി. വല്ലാത്ത സ്നേഹം. ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ? ഒരു ദിവസം മടിയോടെ സപ്ത ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ അവൾ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. താനും പോകാൻ പറഞ്ഞിട്ടില്ല. അവളില്ലാതെ അവന് പറ്റൂല. അതുകൊണ്ട് എന്തായിപ്പോ പോകാൻ കാര്യം? അവൻ്റെ കടുത്ത ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു. ഉമിനീറിറക്കി അവൾ അവനെ നോക്കി. അവൻ്റെ ഉറച്ച ശരീരം അവളിലേക്കടുത്തു. വെറുതെ അച്ഛനെയും അമ്മയൊക്കെ കാണാൻ തോന്നുന്നു. എന്നെ ഉപേക്ഷിച്ച് പോവാണോ? അവൻ്റെ ശബ്ദത്തിൽ വേദന നിറഞ്ഞു. നാട്ടുകാരെ വിരട്ടി പൈസ മേടിക്കുന്ന മുരടനാണോ ഇത്? അവൾ അത്ഭുതപ്പെട്ടു. അവൾ അല്ലെന്ന് തലയാട്ടി. അപ്പോൾ അവൻ്റെ മുഖത്ത് പ്രകാശം നിറഞ്ഞു. കൂരാക്കൂരിരുട്ടിൽ സൂര്യൻ ഉദിച്ചു വന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെ. എന്ന് വരും? എന്ന് വരണം? അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. വേണ്ടിയിരുന്നില്ല. അവൻ വാത്സല്യത്തോടെ അരുമയോടെ അവളുടെ നെറ്റിയിൽ വീട് കിടക്കുന്ന മുടി മാടിയൊതുക്കി. അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലെയായി. നിനക്കിഷ്ടമുള്ളപ്പോൾ വരാം, വിളിച്ചാൽ മതി. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. ആ, പോകുമ്പോൾ നിന്റെ പഠിക്കാനുള്ളതെല്ലാം എടുത്തോ. അവിടെ നിന്ന് കോച്ചിങ്ങിന് പോവുകയും വേണം കേട്ടോ. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി. ഞാൻ 2 ദിവസമേ നിൽക്കൂ. അതെന്താ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല. അവളുടെ മറുപടി അവൻ്റെ മുഖം വാടിച്ചു. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. തന്നെ കാണാതെ ഇരിക്കാൻ പറ്റാഞ്ഞിട്ടാണെന്ന് പറഞ്ഞൂടെ അവൾക്ക്? മണ്ടത്തരം. ഇത്തിരി പോന്ന കുഞ്ഞല്ലേ അവൾ. താനോ? അവൾക്ക് ചെറുപ്പക്കാരനായ ചെറുക്കനെ കിട്ടും, അല്ലാതെ തന്നെപ്പോലെ ഒരുത്തനെയല്ല. ഒന്നും മിണ്ടാതെ അവൻ വെളിയിലേക്ക് പോകാനായി തുനിഞ്ഞു. ഇവിടെ കിടന്നൂടെ? അവൾ പ്രയാസത്തോട് ചോദിച്ചതും അവൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. വേണ്ട, ഇത്രയും നാളില്ലാത്ത ശീലം, അത് വേണ്ട. അത് പറഞ്ഞുകൊണ്ട് അവൻ പോകാനായി തുനിഞ്ഞതും അവൾ ആ കയ്യിൽ കയറി പിടിച്ചു. അവൻ അവളെ അത്ഭുതത്തോടെ നോക്കി. തണുത്ത മൃദുലമായ പഞ്ഞിക്കെട്ട് പോലെയുള്ള കൈയാണ് അവൾക്ക്. ഞാൻ നാളെ പോകുമല്ലേ?
എൻ്റെ അടുത്ത് കിടന്നൂടെ? അവൾക്ക് സങ്കടം വന്നു. എന്തിന്? ആവശ്യമില്ലാത്ത ശീലമൊക്കെ എത്ര നാൾ പിന്നെ വേദനിക്കും, ശരിക്കും വേദനിക്കും. ഇനിയെന്നും ഇവിടെ കിടന്നാൽ മതി. നിനക്ക് പേടിയില്ലേ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അവൾ ഇല്ലെന്ന് തലയാട്ടി. അപ്പോൾ അന്ന് കല്യാണം കഴിഞ്ഞ രാത്രിയിൽ ഞാൻ വന്നപ്പോൾ നീ അലറിക്കരഞ്ഞതോ? അവൻ പിരികം ചുളുക്കി ചോദിച്ചു. അതന്നല്ലേ? കുഞ്ഞു പിള്ളാരെ പോലെ പറയുന്നവളെ പ്രണയത്തോടെ അവൻ നോക്കി. പ്രണയത്തിൻ്റെ നിറം ചുവപ്പല്ലേ? അവിടെ നിറമില്ല, പ്രായമില്ല, സ്വത്തില്ല, ഇല്ലായ്മയില്ല, എല്ലാം പ്രണയം മാത്രം. ഒന്നും മിണ്ടാതെ അവൻ കട്ടിലിൽ കിടന്നു. അവൾക്ക് അടക്കാൻ പറ്റാത്ത സന്തോഷം. അവനോട് അല്പം മാറി അവളും കിടന്നു. ചിരിയോടെ അവനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൻ ശ്രദ്ധിക്കാതെ കണ്ണടച്ച് കിടന്നു. അവളെക്കാൾ ഒരുപാട് അവൻ സന്തോഷിക്കുന്നുണ്ടോ എന്ന് അവൾ അറിഞ്ഞില്ല. വിളിക്കില്ലേ? വീട്ടിലാക്കി തിരിച്ചു പോകാൻ നേരം സപ്ത പ്രതീക്ഷയോടെ അവനോട് ചോദിച്ചു. വിളിക്കാം. അവൻ അതും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് നോക്കി. ആരും വെളിയിലേക്ക് വന്നിട്ടില്ല. തന്നോട് ദേഷ്യമാണ്. അവരുടെ നിസ്സഹായത മുതലെടുത്തതല്ലേ ഈ തൈക്കിളവൻ കെട്ടിയത്? കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് ഫോണില്ലല്ലോ, അവൾ നിരാശയോടെ ചോദിച്ചു. ഇവിടെ ആർക്കും ഫോണില്ലേ? അച്ഛനുണ്ട്, അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു. അപ്പോൾ നിനക്ക് വിളിക്കാൻ തോന്നുമ്പോൾ വിളിച്ചാൽ മതി. അപ്പോൾ ഇവിടെ വിളിക്കാൻ തോന്നുമ്പോഴോ? മടിയോടെ അവൾ ചോദിച്ചതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. അവിടെ ഇവിടെയായി നരച്ച മീശയോട് ചേർന്ന് ആ കുഞ്ഞു ചുണ്ട് ചിരിച്ചപ്പോൾ ഒന്നും കൂടി ഭംഗിയായി. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വിളിക്കാം. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ ഉത്സാഹത്തോടെ ചിരിച്ചു. അവൻ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. അവളുടെ ചിരി മാഞ്ഞു. അവൻ പോയപ്പോൾ വല്ലാത്ത സങ്കടം അവളെ വന്നു മൂടി. അവനും അതെ, വല്ലാത്ത നൊമ്പരം. അവളില്ലാതെ വീട്ടിലോട്ട് പോകാൻ തോന്നുന്നില്ല. പക്ഷെ അമ്മ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു താടിക്ക് കൈകൊടുത്തിരിക്കുന്ന അമ്മയെ. അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. അവൾ വന്നതിന് ശേഷമല്ലേ ഇതൊരു വീടായത്. അവളുടെ കളിയും ചിരിയും തന്നെ കാണുമ്പോഴുള്ള വെപ്രാളവുമെല്ലാം വീട്ടിലെ ഓരോ ഭാഗത്തും അവളുണ്ട്. അവളുടെ ശബ്ദമുണ്ട്. ഈ പെണ്ണ് അത്രയ്ക്ക് അസ്ഥിക്ക് പിടിച്ചു പോയോ ഈശ്വര? സേനൻ ഓർത്തു. രാത്രിയിൽ കഴിക്കാൻ തോന്നുന്നില്ല. വല്ലാത്ത മൂകത. അവൾ വിളിക്കുമോ? ഇല്ലായിരിക്കും. അവിടെ സ്വർഗം കിട്ടിയ പോലെ ആയിരിക്കില്ലേ? പിന്നെങ്ങനെ വിളിക്കാന്? തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല. ശീലമാകുമെന്ന് പറഞ്ഞതാ. ഇന്നലെ ഒരു ദിവസം കൊണ്ട് അവളുടെ അടുത്ത് കിടന്നപ്പോൾ തന്നെ മനസ്സിലായി അവൾ അടുത്തില്ലാതെ പറ്റില്ല എന്ന്. പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ വർദ്ധിച്ച ഇടിപ്പോടെ ഫോണെടുത്തു. ഹലോ. അവളുടെ നേർത്ത സ്വരം അവൻ്റെ ഹൃദയത്തെ പുളകം കൊള്ളിച്ചു. ഈ പ്രായത്തിലും പ്രണയമോ? അവന് ചളിപ്പ് തോന്നി. അവനൊന്ന് മൂളി. കിടന്നോ? കഴിച്ചായിരുന്നോ? പിന്നെ മറുതലക്കൽ നിന്നും ഒന്നും കേട്ടില്ല. അവൻ ചാടി വെപ്രാളത്തോട് ചോദിച്ചു. ഹലോ. എന്താ മിണ്ടാത്തേ? എന്നോട് മിണ്ടുന്നില്ലല്ലോ. അവൾ പരിഭവത്തോടെ പറഞ്ഞതും അവന് ചിരി വന്നു. ഞാൻ നാളെ വിളിക്കാൻ വരട്ടെ? അവൻ ചോദിച്ചു. വേണ്ട. അതെന്താ? അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഇവിടെയുള്ളവർക്ക് സങ്കടമാകില്ലേ? അവനൊന്ന് മൂളി. പിന്നെ കുറച്ചു നേരം സംസാരിച്ചവർ ഫോൺ വെച്ചു. ഉറക്കമില്ലാത്ത രാത്രി, കയ്പുള്ള രാത്രി. 2 ദിവസങ്ങൾ എങ്ങനെയോ തള്ളി നീക്കി. ഇന്നവൾ പോകാനായി തയ്യാറായി നിൽക്കുകയാണ്. സേനൻ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പഠിത്തം നന്നായി നടക്കുന്നില്ലേ മോളെ? അച്ഛൻ തിരക്കിയതും അവൾ ചിരിയോടെ തലയാട്ടി. വേഗം പഠിച്ച് ജോലി മേടിക്കു കുട്ടി. നിനക്ക് ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാം. അമ്മ കണ്ണു നിറച്ച് അവളോട് പറഞ്ഞതും അവളുടെ മുഖം മാറി. നരകമോ? അവിടെ നരകമല്ല. ഉവ്വ്, എല്ലാം ഞങ്ങളുടെ വിധി. മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഒരു തൈ കിളവനെ കൊണ്ട് കെട്ടിക്കേണ്ടി വന്നില്ലേ? കുഞ്ഞല്ലേ നീ? അതുകൊണ്ട് നല്ലൊരു ജോലി എൻ്റെ മോള് വേഗം എഴുതി മേടിക്ക്. സപ്തയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിടിച്ചു കെട്ടി കല്യാണം കഴിപ്പിച്ചതല്ലല്ലോ, ഇരുവരും കൂടി ചേർന്നല്ലേ. 2ാം കെട്ടായാലും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടും കുഞ്ഞെ. അമ്മ അവളുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവളാ കൈ ദേഷ്യത്തോടെ തട്ടിമാറ്റി. രാജസേനൻ എന്ന എൻ്റെ ഭർത്താവിനെ മാത്രം കുറ്റം പറയണ്ട. നിവർത്തികേടാണെങ്കിലും സ്വന്തം മോളെ വില പേശി ചോദിച്ചപ്പോൾ ഒരാൾക്ക് കെട്ടിച്ചു കൊടുത്തില്ലേ? ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന സൗകര്യങ്ങൾ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതല്ലേ? ആത്മാഭിമാനം ഉള്ളവരാണെങ്കിൽ ഇതൊന്നും സ്വീകരിക്കരുതായിരുന്നു. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? ദേഷ്യം കൊണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങിയതും തൂണിൽ ചാരി വെളിയിലോട്ട് നോക്കിയിരിക്കുന്നവനെ കണ്ട് അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവനെ നോക്കാതെ വെളിയിലിറങ്ങി. പോകാം. മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞ് സേനൻ അവളെ ഒന്ന് നോക്കി വണ്ടിയെടുത്തു. അച്ഛനും അമ്മയും പ്രതീക്ഷയോടെ അവളെ നോക്കി നിന്നെങ്കിലും
അവർക്കവൾ മുഖം കൊടുത്തില്ല. തിരിച്ചുള്ള യാത്രയിൽ മൗനമായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിർവചിക്കാൻ പറ്റാത്ത എന്തോ. സപ്ത ഒന്നും കൂടി അവനിൽ മുട്ടി ഉരുമിയിരുന്നു. വിറയ്ക്കുന്ന കൈകൾ അവൻ്റെ തോളിൽ ആദ്യമായി അമർത്തിപ്പിടിച്ചു. ഇതൊക്കെ അവൻ അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്തോ അവനെ കയറിൽ കെട്ടി ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. വീട്ടിലെത്തിയിട്ടും സേനൻ അവളെ ഒന്ന് നോക്കുക കൂടിയില്ല. താൻ എന്ത് തെറ്റ് ചെയ്തു? നില അറിയാതെ സ്നേഹിച്ചതോ കൊതിച്ചതോ? മുറിയിൽ കയറുമ്പോഴെങ്കിലും പിന്നാലെ വരുമെന്ന് അവൾ കരുതി. ഇല്ല, അയാൾ വന്നില്ല. കുളിച്ചു മാറി ഉണ്ണാനിരുന്നപ്പോഴോ രാത്രിയിലോ വന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വരാൻ വൈകുമോളെ, നീ കിടന്നു. അമ്മ പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ മുറിയിൽ കയറി കതക് ചാരി കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതയാളെ ഓർത്തായിരുന്നു. എല്ലാം കേട്ട് കാണും, സങ്കടമായി കാണും. അവൾക്ക് ആ സമയം അച്ഛനോടും അമ്മയോടും ദേഷ്യം തോന്നി. പതിവ് പോലെ നെറ്റിയിൽ തലോടിക്കൊണ്ട് സേനൻ ബാൽക്കണിയിലേക്ക് നടന്നു. അവൾ അറിഞ്ഞില്ല അവൻ വന്നത്. രാവിലെ ഉണർന്നപ്പോൾ വെപ്രാളത്തോടെ അവൾ ചുറ്റും നോക്കി. ഒരു നോക്കവനെ കാണാൻ. ബാൽക്കണിയിൽ കാണുമെന്ന് കരുതി അവിടേക്ക് നടന്നു. കണ്ണും തുറന്ന് കിടക്കുന്നവനെ കണ്ടതും അവൾ വെപ്രാളത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ അടുത്തിരുന്നു. അവൾ അടുത്തു വന്നതറിഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി. നിന്റെ എക്സാം എന്നാ? അടുത്ത ആഴ്ച, അവൾ മെല്ലെ പറഞ്ഞു. പ്രിലിംസ് കിട്ടിയിട്ടുള്ള മെയിൻ എക്സാം അല്ലേ? അല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അതെ. നീ ജോലി മേടിക്കില്ലേ സപ്തേ? അപ്പോൾ അവൻ അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെയും. അവൻ്റെ കൈകൾ അവൾ അമർത്തിപ്പിടിച്ചു. മേടിക്കില്ലേ? ഇല്ല. അവൾ അത് പറഞ്ഞുകൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. സേനൻ ചാടി എഴുന്നേറ്റ് അവളുടെ കൈ പിടിച്ചു മാറ്റി അവളെ നോക്കി. ബാക്കി പറയുന്നതിന് മുന്നേ അവൾ പൊട്ടിക്കരഞ്ഞു. അവനും കരഞ്ഞുപോയി. എനിക്ക് ജോലി വേണ്ട. എനിക്ക് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മതി. എനിക്കിഷ്ടമാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമാണ്. എനിക്ക് ജോലി വേണ്ട. ജോലി കിട്ടിയാൽ എന്നോട് പോകാൻ പറയാനല്ലേ? ഞാൻ പോകില്ല. എൻ്റെയാ. വിക്കി വിക്കി അവൾ പറഞ്ഞതും ബലത്തിൽ അവൻ അവളുടെ മുഖം അവനോട് ചേർത്തു. ആരെന്ത് പറഞ്ഞാലും നിന്നെ ഞാൻ വിട്ട് കളയില്ല സപ്തേ. എൻ്റെ ജീവനാ നീ. എനിക്ക് പറ്റണ്ടേ? അവനും കരഞ്ഞുപോയി. അവൾ ഒന്നും കൂടി അവനോട് ചേർന്നു. സപ്തേ, നീ പഠിക്കില്ലേ? പഠിക്കും. ജോലി മേടിക്കില്ലേ? മേടിക്കും. മേടിക്കണം. എൻ്റെ ഭാര്യ വലിയ ആളാകണം. നീ ഒരുപാട് പഠിക്കണം. നിന്റെ സ്വപ്നം പോലെ ഞാൻ കൂടെ കാണും, എന്നും എപ്പോഴും. അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇന്നലെ താമസിച്ചതെന്താ? ഇന്നലെ നിന്റെ വീട്ടിലെ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ സഹിച്ചില്ല. ഒരു വക്കീലിനെ കാണാൻ പോയതാ. കുറ്റവാളിയെപ്പോലെ അവൻ പറഞ്ഞതും അവളുടെ മുഖം വീർത്തു. സേനൻ അവളുടെ കവിളിൽ കുത്തി. ഡിവോഴ്സ് ചെയ്യുന്നതിനെ പറ്റിയല്ലേ? അവനൊന്ന് മൂളി. എന്നിട്ട് ചെയ്യുന്നില്ലേ? പ്രായമായി വരുമല്ലേ? വൈകി കിട്ടിയ മാണിക്യത്തെ അങ്ങനെ കളയാൻ പറ്റില്ല. ചമ്മലോടെ പറയുന്നവൻ്റെ നെഞ്ചിൽ പല്ലുകൾ അമർത്തിക്കൊണ്ട് അവിടെ മൃദുവായി ചുംബിച്ചു. സേനൻ അവളെ അമർത്തിപ്പിടിച്ചു. ഒരിക്കലും കൈവിടില്ലെന്ന പോലെ, പ്രണയത്തോടെ, വാത്സല്യത്തോടെ, ഇഷ്ടത്തോടെ. ജോലി മേടിക്കില്ലേ സപ്തേ? അവൻ വീണ്ടും അരുമയായി ചോദിച്ചു. മേടിക്കും. ഉറപ്പോടെ വീണ്ടും പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ വീണ്ടും വീണ്ടും അവൾ ചുംബിച്ചു, മതിവരാതെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.